പകയുടെ അഗ്നി എരിയുന്ന മിഴികളുമായി അയാൾ കോവിലകത്ത് നിന്നിരുന്ന ഓരോ മുഖത്തേക്കും നോക്കി. നിസ്സഹായതയുടെയോ നിരാശയുടെയോ നേരിയ കണികയെങ്കിലും ആ മിഴികളിൽ ഉണ്ടായിരുന്നില്ല. കൈകൾ പിന്നിലേക്ക് കൂട്ടി ബന്ധിപ്പിക്കപ്പെട്ട നിലയിലായിരുന്നു അയാൾ. കഷ്ടപ്പാടുകൾ കൊണ്ട് വാർദ്ധക്യം ഏറ്റുവാങ്ങിയതുപോലെ ചടച്ച ഒരു ശരീരം. പക്ഷേ ആ കണ്ണുകൾ മാത്രം ദീപ്തമായിരുന്നു. ആനന്ദവർമ്മയുടെ ആംഗ്യമനുസരിച്ച് ജീപ്പിൽ വന്നവർ ഉന്തിത്തള്ളി അയാളെ അവരുടെ മുന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. ഭട്ടതിരിയുടെയും ജഗന്നാഥവർമ്മയുടെയും ശ്രദ്ധ ആ മനുഷ്യനിൽ തന്നെയായിരുന്നു. ഒരു സുദീർഘമായ അന്വേഷണത്തിന്റെ അവസാനമായിരുന്നു ആ രംഗം. ചുളമാനൂർ കോവിലകത്തേക്ക് ദുരന്തമറിയിപ്പുമായി എത്തിയ ആദ്യത്തെ ഫാക്സ് സന്ദേശം മുതൽ തുടങ്ങിയ അന്വേഷണത്തിന്റെ പരിസമാപ്തി. നേരത്തെ മുതൽ ഞങ്ങൾക്ക് സംശയം തോന്നിയിരുന്നു വർമ്മ സാർ. പക്ഷേ തെളിവുകൾ ലഭിച്ചത് ഇന്നലെയാണ്. കയ്യോടെ പിടികൂടി കൊണ്ടുപോരുകയും ചെയ്തു. ജീപ്പിൽ വന്നവരിൽ ഒരാൾ പറഞ്ഞു. വർമ്മയുടെ അന്വേഷണ സംഘത്തിൽപ്പെട്ട ഒരാളായിരുന്നു അത്. അപ്പോഴും അയാൾ വർമ്മയെയും അത് പറഞ്ഞ ആളെയും തുറിച്ചു നോക്കുക മാത്രമേ ചെയ്തുള്ളൂ. അയാളുടെ ചുണ്ടിന്റെ കോണിൽ ഒരു ചിരി, പരിഹാസച്ചിരി ഊറിയിരുന്നെന്ന് തോന്നുന്നു. എന്തിനായിരുന്നു സ്നേഹിത ഇങ്ങനെയൊരു ഒളിച്ചുകളി? ഇപ്പോൾ ഈ നിലയിൽ ഇവിടെ എത്തിപ്പെടേണ്ടി വന്നില്ലേ? വർമ്മ അനുനയ സ്വരത്തിലാണ് ചോദിച്ചത്. വ്യക്തിയല്ലേ നിങ്ങൾക്ക് ബന്ധിക്കാനാവൂ? സിദ്ധികൾ ഇനിയും ബാക്കിയാണ്. അതിനെതിരെ നിങ്ങൾക്കെന്ത് ചെയ്യാൻ കഴിയും? ആ ചോദ്യത്തിലും പുച്ഛരസമായിരുന്നു, നിറയെ ധിക്കാരവും. വർമ്മ ചിരിച്ചു. പിന്നെ ഭട്ടതിരിയുടെ നേരെ നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു പ്രകാശം പരന്നതേയുള്ളൂ. സിദ്ധികളും ബന്ധിക്കാനുള്ള സമയമായി. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ നിലയിൽ ഇവിടേക്ക് വരേണ്ടി വന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാളെ കൊണ്ടുവന്നവരെ നോക്കി വർമ്മ എന്തോ ആംഗ്യം കാട്ടി. അവർ മുന്നോട്ട് വന്ന് അയാളെ ബന്ധന വിമുക്തനാക്കി. ഇതും വേണമെന്നുദ്ദേശിച്ചതല്ല. പക്ഷേ കൂടിയേ തീരൂ എന്ന് ശടിച്ചാൽ പിന്നെ എന്തു ചെയ്യാനാണ്? നല്ലത് പറഞ്ഞാൽ അനുസരിക്കാൻ ഭാവമില്ലെങ്കിൽ അനുസരിപ്പിക്കുകയല്ലേ മാർഗമുള്ളൂ. അനുസരിക്കേണ്ടത് അയാളുടെയും അനുസരിപ്പിക്കേണ്ടത് നമ്മുടെയും ആവശ്യമായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഇത് അനിവാര്യമായിരുന്നു. അതിന്ന് തന്നെ ആയെന്ന് മാത്രം. എവിടെ നിന്നായിരുന്നു? നമ്മൾ ഉദ്ദേശിച്ചെടുത്ത് തന്നെ. ഞങ്ങൾ കണ്ടെത്തുമ്പോൾ ഓരോ പോസ്റ്റ്മാന്റെ വേഷത്തിലായിരുന്നു എന്ന് മാത്രം. ഓരോ തവണയും മണിമംഗലത്തെത്താൻ ഒന്നല്ലെങ്കിൽ മറ്റൊരു മാർഗം തിരഞ്ഞെടുക്കുകയായിരുന്നു പതിവ്. ചിലപ്പോൾ പാൽക്കാരന്റെ റോളിൽ, മറ്റു ചിലപ്പോൾ പത്രക്കാരന്റെ റോളിൽ. പഴയ പാട്ടയും ചാക്കും വാങ്ങുന്ന തമിഴൻ കച്ചവടക്കാരന്റെ രൂപത്തിലും കമ്പിളി വിൽപ്പനക്കാരൻ നേപ്പാളിയുടെ വേഷത്തിലുമൊക്കെ ഇയാൾ മണിമംഗലത്ത് തന്നെയുണ്ടായിരുന്നു. അതായത് ദുർഗയുടെ കണ്ണെത്തുന്ന അകലത്തിൽ തന്നെ നിത്യവും ഏതെങ്കിലും വേഷത്തിലെത്തുന്ന അയാൾ ദുർഗയുമായി എന്നും ആശയവിനിമയം നടത്തിയിരുന്നു. അപ്പോഴും തെല്ലും ചൂളാതെ അത് പറഞ്ഞ ആളിനെ തന്നെ ക്രൗര്യത്തോടെ നോക്കി നിൽക്കുകയാണ് അയാൾ. പക്ഷേ ആക്രമിച്ചിട്ടോ മറ്റോ ഓടി രക്ഷപ്പെടാനുള്ള ത്വരയായിരിക്കാം. ഭട്ടതിരിയും ആനന്ദവർമ്മയും ഏകകാലത്താണ് തമ്മിൽ നോക്കിയത്. ആനന്ദവർമ്മയുടെ കണ്ണുകളിലെ ഭാവം ഭട്ടതിരിക്ക് പെട്ടെന്ന് പിടികിട്ടിയെന്ന് തോന്നുന്നു. അദ്ദേഹം അപ്പോഴും ശബ്ദിച്ചില്ല. മെല്ലെ ഒന്ന് തലയാട്ടുക മാത്രം ചെയ്തു. അടുത്ത നിമിഷം ഇരുന്ന ഇരിപ്പിൽ തന്നെ ഏതോ മന്ത്രം മനസ്സിൽ ചൊല്ലി. ജഗന്നാഥവർമ്മ എല്ലാം അറിഞ്ഞു. പക്ഷേ ഒന്നും അറിയാത്ത ഭാവത്തിൽ ശ്രദ്ധിച്ചതേയുള്ളൂ. വൈകിയാണെങ്കിലും എല്ലാം ഒരു കടവിലെടുക്കാൻ പോകുന്നതിന്റെ ആശ്വാസം ചെറുതായിരുന്നില്ല. ദുർഗയുടെ ഒരു ബന്ധുവാണെന്നേ എത്ര ചോദിച്ചിട്ടും പറയുന്നുള്ളൂ. അതേതു തരത്തിലുള്ള ബന്ധം എന്ന് പറയുന്നില്ല. പക്ഷേ മറ്റു കാര്യങ്ങളെല്ലാം സമ്മതിച്ചു. അല്ലാതെ അയാൾക്ക് മാർഗമുണ്ടായിരുന്നില്ല. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അയാളെ ബന്ധിച്ചു കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ വീണ്ടും തുടർന്നു. എന്താ നിങ്ങളുടെ പേര്? ആനന്ദവർമ്മയുടെ ചോദ്യം അയാളോടായിരുന്നു. പത്മനാഭൻ. എല്ലാവരും പപ്പൻ എന്ന് വിളിക്കും. അക്ഷോഭ്യനായി നിന്ന് അയാൾ മറുപടി പറഞ്ഞു. പൊടുന്നനെ ജഗന്നാഥവർമ്മയുടെ വിരലുകൾ താടിയിൽ നിശ്ചലമായി. ചെറിയൊരു നടുക്കമുണ്ടായതുപോലെ തലയൊന്നുയർത്തി മുറ്റത്ത് നിൽക്കുന്ന പപ്പനെ നോക്കുകയും ചെയ്തു. പപ്പൻ, ഈ പേര് താൻ എവിടെയാണ് കേട്ടത്? ജഗന്നാഥവർമ്മ ഓർമ്മയുടെ അറകളിൽ പരുതി. അപ്പോൾ പിന്നെയും ഒരു നടുക്കമുണ്ടായി. ആനന്ദവല്ലിയുടെ സഹോദരൻ. അന്ന് അവൾക്ക് ദുരന്തം സംഭവിക്കുമ്പോൾ 6 or 7 വയസ്സ് തികയാത്ത ബാലനായിരുന്നു പപ്പൻ. അങ്ങനെയാവുമ്പോൾ ഇപ്പോൾ ഇയാൾക്ക് 66 വയസ്സോളം ഉണ്ടാകണമല്ലോ. ചിലപ്പോൾ കാണുമായിരിക്കാം. കാഴ്ചയിൽ ഒരു 50-നപ്പുറം മതിക്കില്ല. ചടച്ച ശരീരപ്രകൃതി ആയതുകൊണ്ട് തോന്നുന്നതുമാകാം. തലയിൽ അവിടെവിടെയെ നരകയറി തുടങ്ങിയിട്ടുള്ളൂ. പ്രായം ശരീരത്തിന് എത്രയുണ്ടെങ്കിലും കണ്ണുകൾക്കിന്നും യൗവനം തന്നെ. എന്തൊരു തീക്ഷ്ണമായ മിഴികളാണ് അയാളുടെ. പപ്പന്റെ കണ്ണുകൾ അപ്പോഴും തമ്പുരാന്റെയും ആനന്ദവർമ്മയുടെയും
ഭട്ടതിരിയുടെ മുഖങ്ങളിൽ തന്നെ മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ദുർഗയുടെ ആരാ നിങ്ങൾ? നോക്കൂ, സത്യം പറഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ വെറുതെ ഒരു പോറൽ പോലും ഏൽക്കാതെ സ്വതന്ത്രനാക്കാം. അതല്ല ഭാവമെങ്കിൽ ഈ കോവിലകത്തിന്റെ പുറം ലോകം ഇനി ഒരിക്കലും നിങ്ങൾക്ക് കാണേണ്ടി വരില്ല. സൗമ്യമായിട്ടാണെങ്കിലും ആനന്ദവർമ്മയുടെ സ്വരത്തിലെ ഭീഷണിയുടെ ഈണം പപ്പനെന്ന അയാൾ തിരിച്ചറിഞ്ഞു. അപ്പോഴും അയാളുടെ ചുണ്ടൊന്നു കോടി, കണ്ണുകളിൽ ചിരി വിടർന്നു. കനത്ത ശബ്ദത്തിൽ പറയുകയും ചെയ്തു, അങ്ങനെയാണെങ്കിലും എനിക്ക് സങ്കടമൊന്നുമില്ല. പക്ഷേ കോവിലകത്തിന്റെ പുറം ലോകം ഞാൻ മാത്രമായി കാണാൻ ഇടവരില്ലെന്ന് പറഞ്ഞത് വാസ്തവം. അങ്ങനെയാവുമ്പോൾ എൻ്റെ ഒപ്പം നിങ്ങളെല്ലാം ഉണ്ടാവും. അതിനും തയ്യാറായിട്ട് തന്നെയാ ഞാൻ കീഴടങ്ങിയത്. ഭരണമില്ലെങ്കിലും ഇന്നും നിങ്ങൾ രാജാക്കന്മാർ തന്നെയാണെന്ന് നല്ല ബോധത്തോടെയാണ് ഞാൻ പറയുന്നത്. എന്നെ ബന്ധിച്ചതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ലഭിക്കാൻ പോകുന്നില്ല. കോവിലകത്തിന്റെ വിധി എഴുതിയ ഗ്രന്ഥക്കെട്ട് മുറുക്കി കെട്ടിവെക്കുക തന്നെ ചെയ്തു. മാറ്റി എഴുതാൻ ഇനി അതിൽ താളുകളില്ല. മാറ്റി എഴുതാൻ ഇനി ഒന്നും ഉണ്ടാവാനുമില്ല. പപ്പൻ എന്ന മനുഷ്യന് ഭയം തോന്നിയതേയില്ല. അയാളുടെ വാക്കുകൾക്ക് ആദ്യമായി ഭട്ടതിരിയുടെ മറുപടി ഉണ്ടായി. പുതിയൊരു വിധി എഴുതിയാലോ? അതസാധ്യം. ഉടനെയുണ്ടായി പപ്പന്റെ മറുപടി. ഭട്ടതിരി ചിരിച്ചുകൊണ്ട് തലകുലുക്കി. ജഗന്നാഥവർമ്മ എന്തോ ചോദിക്കാൻ എന്ന ഭാവേനെ ആനന്ദവർമ്മയുടെ മുഖത്തേക്ക് നോക്കി. അത് വർമ്മയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു. അച്ഛാ, നമ്മുടെ എല്ലാ സംശയങ്ങളുടെയും ഉത്തരമാണച്ചാ ഈ മനുഷ്യൻ. നമുക്ക് വന്ന ഫാക്സ് മെസ്സേജുകളുടെയൊക്കെ പിന്നിൽ ഇയാളായിരുന്നു. അതിനുവേണ്ടി ഒരു കേന്ദ്രത്തിലുള്ളവരെ മുഴുവൻ ഇയാൾ സ്വാധീനിച്ചിരുന്നു. അതുകൊണ്ടാണ് അയച്ചു കിട്ടുന്ന സന്ദേശങ്ങളിൽ അവ പുറപ്പെട്ട സ്ഥലത്തെക്കുറിച്ചുള്ള നമ്പർ പോലും ഇല്ലാതെ പോയത്. എല്ലാം ചെയ്തത് ദുർഗയുടെ ആജ്ഞയനുസരിച്ചും. ദുർഗയ്ക്ക് വേണ്ടി ഈ മനുഷ്യനും ഇയാൾക്ക് വേണ്ടി ദുർഗയും ഒരുപോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദുർഗയെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നപ്പോഴും നമുക്ക് യാതൊരു തെളിവും ലഭിക്കാതെ പോയതും അതുകൊണ്ടാണ്. പക്ഷെ വിദഗ്ധമായി അവൾ കാര്യങ്ങൾ അപ്പോഴും നീക്കിക്കൊണ്ടിരുന്നു. ഒരു വീട്ടിലേക്ക് വരുന്ന പോസ്റ്റ്മാനെയോ പാൽക്കാരനെയോ പത്രക്കാരനെയോ നമ്മൾ എങ്ങനെ സംശയിക്കാനാണ്? അന്ന് തന്നെ എല്ലാം തിരക്കി അറിയാൻ ഞാൻ ആളെ ഏർപ്പാട് ചെയ്തിരുന്നു. ഇന്നലെയാണ് ഇയാളെ പിടികിട്ടിയതെന്നു മാത്രം, വർമ്മ പറഞ്ഞു. ജഗന്നാഥവർമ്മ അലിവോടെ പപ്പന്റെ നേരെ നോക്കി. അയാളുടെ കണ്ണുകൾ കുറച്ചുകൂടി തീക്ഷ്ണങ്ങളായി. ആ കണ്ണുകളിൽ നിന്ന് പാറുന്ന അഗ്നിശലകങ്ങൾ തമ്പുരാനെ ഭസ്മീകരിക്കുമെന്ന് തോന്നി. എന്തിനാണ് നിങ്ങൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്തത്? ഞങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപദ്രവം ചെയ്തിട്ടുണ്ടോ? അഥവാ അങ്ങനല്ല ശത്രുതയ്ക്കും കാരണമുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞു തീർക്കാനും കഴിയുമായിരുന്നില്ലേ? തമ്പുരാൻ ആദ്യമായി ശബ്ദിച്ചു. പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളാണെങ്കിലോ നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിച്ചിട്ടില്ലെന്നോ? ഓർക്കുന്നോ വലിയവർമ്മേ, ആനന്ദവല്ലി എന്ന നർത്തകിയെ? അവളുടെ കൊച്ചനുജൻ തന്നെയാണ് ഞാൻ. അവളുടെ മകളാണ് ദുർഗ, എൻ്റെ മരുമകൾ. ഞാൻ ജീവിക്കുന്നത് അവൾക്ക് വേണ്ടിയാണ്. അവൾ ജീവിക്കുന്നത് ഈ കോവിലകം ചുട്ടരിക്കാനും. തുറന്നു പറയാമല്ലോ, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇവിടെ നശിപ്പിക്കുക തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾക്ക് ചെറുത്തുനിൽപ്പിന് നേരിയ സാധ്യത പോലും ഇല്ലെന്ന് തീർച്ചയായിരിക്കെ ഞാനൊന്നും ഒളിക്കുന്നില്ല. വലിയവർമ്മേ, ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രതാപകാലത്ത് തന്നെ, രാജാവായി വാണിരുന്ന കാലത്ത് തന്നെ. അന്ന് നിങ്ങളെ ഞാൻ കണ്ടിരുന്നു. എന്നെ വെള്ളിയാഴ്ചയെ നിങ്ങൾ കൊല്ലാൻ വന്ന ദിവസവും. പക്ഷേ എനിക്ക് ശബ്ദിക്കാനാവില്ലായിരുന്നു. ശ്വാസം അടക്കി പിടിച്ച് ഒരു ചെളിക്കുണ്ടിൽ ഒളിഞ്ഞിരിക്കാനായിരുന്നു എൻ്റെ വിധി. ഒരു കൊച്ചു പയ്യന് അന്ന് അവിടെ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ലല്ലോ. അഥവാ എന്നെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഒപ്പം കൊണ്ടുവന്ന യമകിങ്കരമാർ എന്നെ കശാപ്പ് ചെയ്യുമായിരുന്നില്ലേ? അയാൾ ഒറ്റ ശ്വാസത്തിലാണ് സംസാരിച്ചത്. പിന്നെ നിന്ന് കിതച്ചു. ഞാനാണ് ദുർഗയെ ആ രക്തക്കളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത്. അവളെ വളർത്തി വലുതാക്കിയത്. ജീവിതത്തിൽ അവൾക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, അമ്മയെ കൊന്ന കിരാതനെയും അവന്റെ വംശത്തെയും ഒടുക്കുക. അതിനുവേണ്ട ഒത്താശകളെല്ലാം ഞാനാണ് ചെയ്തു കൊടുത്തത്. അയാൾക്ക് യാതൊരു ഭയവും തോന്നിയില്ല. വല്ലാത്ത തൻ്റെ ഇടം തോന്നുകയും ചെയ്തു. പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അയാളുടെ വീറും വാശിയും ഒന്നിനൊന്ന് വളരുകയും ചെയ്തു. ആ ധിക്കാരത്തിന് മറുപടി കൊടുക്കാൻ അടുത്തുനിന്നിരുന്ന ചെറുപ്പക്കാർ 2 ചുവട് മുന്നോട്ട് നീങ്ങിയതാണ്. ആനന്ദവർമ്മയ്ക്കും കലി കയറിയിരുന്നു. പക്ഷേ ജഗന്നാഥവർമ്മ അവരെ തടഞ്ഞു. വേണ്ട, അവന് പറയാനുള്ളതെല്ലാം പറയട്ടെ. നമുക്കെതിരെ ഇത്രയുമൊക്കെ ആവാമെങ്കിൽ അവൻ പറയുന്നത് ക്ഷമയോടെ കേൾക്കാനും നാം ബാധ്യസ്ഥരാണ്. പണ്ടും ചുളമാനൂർ കോവിലകത്തിന് ഒരു നിയമമേ ഉണ്ടായിരുന്നുള്ളൂ കുട്ടാ. വിചാരണയില്ലാതെ ആരെയും വിധിക്കരുതെന്ന നിയമം. അത് മൂന്നാമന്റെ നാവിൽ നിന്നല്ല, വിചാരണ കേൾക്കുന്നവനിൽ നിന്ന് തന്നെ അറിയുകയും വേണം. അവൻ പറയട്ടെ.
തമ്പുരാന്റെ വാക്കുകൾ അനുസരിക്കപ്പെട്ടു. പപ്പന്റെ കണ്ണുകളിൽ നിന്ന് കുടുകുടെ കണ്ണീരൊഴുകാൻ തുടങ്ങി. ചുണ്ടുകൾ വിതമ്പി. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് അതുമാത്രം ചെയ്തു കൂട്ടുന്നവന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നതായിരിക്കുമെന്ന് അങ്ങ് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വലിയ വർമ്മ തമ്പുരാനെ? ഞങ്ങൾ ചെയ്തതെല്ലാം മനഃപൂർവ്വം തന്നെയായിരുന്നു. ഇനി ചെയ്യാനുള്ളതും അങ്ങനെ തന്നെ. എതിർക്കാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ ആയിക്കോളൂ. അയാളുടെ വെല്ലുവിളി പൂമുഖത്ത് നിശബ്ദത പെയ്യിച്ചു. ചുളമാനൂർ കോവിലകത്തെ ഗ്രസിച്ച ഇരുണ്ട ദുർവിധിയുടെ യാമങ്ങളിൽ നിന്ന് വ്യക്തതയുടെ പകൽ തെളിഞ്ഞു വരികയാണ്. കോവിലകത്തിന്റെ പൂമുഖത്ത് നിമിഷങ്ങൾ നീർപ്പടക്കി നിന്നു. ഇടയ്ക്ക് നിറഞ്ഞു വന്ന കണ്ണുകൾ കൈപ്പുറം കൊണ്ട് തുടച്ചിട്ട് പപ്പൻ ദാർഢ്യത്തോടെ കഥ തുടരുകയായിരുന്നു. ഞാനൊന്നും നിഷേധിക്കുന്നില്ല. ഇവിടെ നിങ്ങൾക്കുണ്ടായെന്ന് പറയുന്ന ദുരന്തങ്ങളുടെയെല്ലാം ഉത്തരവാദിത്തം എനിക്കും ദുർഗയ്ക്കും തന്നെയാണ്. അതിനെതിരെ നിങ്ങൾ ഇനി എന്തു തന്നെ ചെയ്താലും അത് നിങ്ങൾക്കുണ്ടായ നഷ്ടം വെച്ച് നോക്കുമ്പോൾ ഒന്നുമാകില്ല. ഞങ്ങളുടെ ജീവിത ലക്ഷ്യമാണ് ഞങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് പരിപൂർണമാവുന്ന ദിവസം ഇതാ തൊട്ടരികിലെത്തിക്കഴിഞ്ഞു. ഇനി 2 നാൾ കൂടി, അതോടെ ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാവുന്നു. ഒപ്പം ഞങ്ങൾ ഇരുവരും കൂടി ഇല്ലാതാകുന്നതിലും സങ്കടമൊന്നുമില്ല. ജീവിച്ചത് ഒരേയൊരു ഉദ്ദേശത്തിനും ലക്ഷ്യപ്രാപ്തിക്കും വേണ്ടിയാകുമ്പോൾ അത് നേടിക്കഴിഞ്ഞ് ജീവിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അക്ഷോഭ്യനായി നിന്ന് പപ്പൻ പറഞ്ഞു. ആനന്ദവർമ്മയുടെയും ഭട്ടതിരിയുടെയും കണ്ണുകൾ വീണ്ടും ഇടഞ്ഞു. വരട്ടെ എന്ന് ഭട്ടതിരി വർമ്മയെ കണ്ണു ചിമ്മിക്കാണിച്ചു. ദുർഗയെ കൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യിച്ചതിന് പിന്നിൽ നിങ്ങളായിരുന്നോ? അതിനിയും പറയേണ്ടതുണ്ടോ? 1/2 നൂറ്റാണ്ട് മുൻപ് അവളെ രക്തക്കളത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോയത് ഇത്തരമൊരു ഉദ്ദേശം വെച്ച് മാത്രമായിരുന്നു. ഞാൻ അന്വേഷിച്ചു, കണ്ടെത്തി. ഒരു മഹാമാന്ത്രികന്റെ വീട്ടിൽ അഭയവും കിട്ടി. അവിടെ നിന്ന് നേടിയതാണ് എന്റെ ദുർഗ, അവളുടെ എല്ലാ സിദ്ധികളും. 1/2 നൂറ്റാണ്ടിന് മുമ്പോ? അപ്പോൾ ദുർഗ? ആനന്ദവർമ്മ അറിയാതെ ചോദിച്ചു പോയി. പപ്പൻ ചിരിച്ചു. അതെ, ഇനി 1/2 നൂറ്റാണ്ട് കൂടി ജീവിച്ചിരുന്നാലും ദുർഗ ഇന്നത്തെ അതേ യൗവനയുക്ത തന്നെയായിരിക്കും. പ്രായം ശരീരത്തിനാഘാതമേക്കാതിരിക്കാനുള്ള സിദ്ധിയാണ് അവൾ ആദ്യം നേടിയത്. ബ്രഹ്മചര്യം ഒരു ഘടകമാണ്. അവളുടെ യൗവനം എന്നും നിലനിൽക്കേണ്ടതും ഇങ്ങനെയൊരു കർത്തവ്യത്തിന് ആവശ്യമായിരുന്നു. പതിവ്രതകളായ സ്ത്രീകളുടെ ശാപത്തിന് അഗ്നി എരിക്കാനുള്ള കഴിവുണ്ടെന്നല്ലേ പറയാറ്? അതുപോലെ തന്നെയാണ് ബ്രഹ്മചാരികളായ സ്ത്രീകളും. ദുർഗയ്ക്കതുണ്ട്. അവൾക്ക് സാധിക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല. അതിനി ഞാൻ പറയാതെ തന്നെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതുമാണല്ലോ. എല്ലാം അറിയുകയാണ്. തുറന്നു പറയുന്നതിലുള്ള അയാളുടെ തന്റെ ഇടം ഭട്ടതിരിക്ക് ഇഷ്ടപ്പെട്ടു. അമിതമായ വിശ്വാസത്തിൽ നിന്നുടലെടുത്ത ഒരു തരം അഹങ്കാരമാണ് അയാളുടെ വാക്കുകളിലെന്നും അയാൾക്ക് മനസ്സിലായി. എല്ലാം അറിഞ്ഞാലും ആർക്കും ഇനിയൊന്നും ചെയ്യാനില്ലെന്ന കണക്കുകൂട്ടലുമാകാം. എന്നെ ബന്ധിച്ചതുകൊണ്ടോ തടവിലാക്കുന്നതുകൊണ്ടോ അഥവാ കൊന്നുകളഞ്ഞാൽ തന്നെയോ ഈ കോവിലകത്തിന് ശാപമോക്ഷം ലഭിക്കുമെന്നോർക്കണ്ട. എന്ത് ചെയ്താലും എനിക്കതിൽ പരാതിയുമില്ല. പക്ഷെ നിങ്ങളെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് വാസ്തവം. പപ്പൻ വികൃതമായി ഒന്ന് ചിരിച്ചു. ഒരിക്കൽ കൂടി ഭട്ടതിരിയുടെയും ആനന്ദവർമ്മയുടെയും കണ്ണുകൾ ഇടഞ്ഞു. വർമ്മ അച്ഛനു നേരെ തിരിഞ്ഞു. തമ്പുരാൻ മുഖവും കുനിച്ച് ഒരേ ഇരിപ്പാണ്. ആ വൃദ്ധഹൃദയം ആർദ്രമായി. ഒരു തെറ്റിദ്ധാരണയുണ്ടാക്കിയ വിപത്താണ് സർവ്വതിനും കാരണം. അന്നത്തെ ചോരത്തിളപ്പിൽ ചെയ്തത് ഇത്ര വലിയ തെറ്റിദ്ധാരണയ്ക്കിടവരുത്തുമെന്ന് ആലോചിച്ചതേയില്ല. അന്നത് തിരുത്തിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല. ഇനി അത് പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല. അല്ലെങ്കിൽ ആരോടാണ് പറയുക? പറഞ്ഞിട്ടും പ്രയോജനമില്ലാത്ത മേഖലകളിലേക്ക് കാര്യങ്ങൾ കടന്നുകഴിഞ്ഞു. അനുഭവിക്കുന്നതെല്ലാം നല്ലതിനെന്നുള്ള ഗീതാവാക്യമാണിപ്പോൾ തമ്പുരാൻ ഓർമ്മ വന്നത്. അങ്ങനെ സമാധാനിക്കാൻ തനിക്കാവുമോ? മക്കളും പേരക്കിടാങ്ങളും നഷ്ടപ്പെട്ടതിലപ്പുറം താൻ ഇനി എന്തനുഭവിക്കാനാണ്? ഇനിയും ഒന്നുമില്ലെന്നല്ലേ ഇയാൾ വെല്ലുവിളിച്ചിരിക്കുന്നത്? ഇനിയുണ്ടാകുന്നതും നല്ലതിനെന്ന് തന്നെ കരുതിയിരിക്കാം. ജഗന്നാഥ വർമ്മ മെല്ലെ എണീറ്റു. ഇനി എന്താണ് വേണ്ടതെന്ന് കുട്ടനും ഭട്ടതിരിയും കൂടി തീരുമാനിക്കട്ടെ. തീരുമാനങ്ങൾ എടുക്കാൻ ഇന്ന് തന്നെക്കാൾ പ്രാപ്തി അവർക്ക് തന്നെയാണ്. അവർ തീരുമാനിക്കുന്നത് തനിക്കും സമ്മതം തന്നെ. തമ്പുരാൻ തന്റെ മുറിയിൽ കയറി വാതിലടച്ചു. കട്ടിലിന് താഴെയിട്ടിട്ടുള്ള ചാരുകസേരയിൽ ചെന്ന് നീണ്ടു നിവർന്നു കിടന്നു. മേശപ്പുറത്ത് ഭഗവത്ഗീതയുണ്ട്. മനസ്സ് പ്രക്ഷുബ്ധമാവുമ്പോൾ ഗീതയുടെ താളുകളിൽ മനമർപ്പിക്കുകയാണ് പതിവ്. അന്നേരം അനുഭവിക്കുന്ന ആനന്ദത്തിനപ്പുറം മറ്റൊരു മനസ്സുഖം പറയാനില്ല. വിറയ്ക്കുന്ന വലതുകരം ഭഗവത്ഗീതയുടെ നേരെ നീണ്ടു. എത്ര വായിച്ചാലും മതിയാകാത്ത, എന്നും ഓരോരുത്തരും ഒരു വട്ടമെങ്കിലും വായിക്കണമെന്ന്
തമ്പുരാൻ ഉപദേശിക്കാറുള്ള ഒരു ഭാഗം അടയാളം വെച്ചിരുന്നു. വിരലുകൾ ആ അടയാളം തേടിച്ചെന്നു. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കുന്നതും നല്ലത്. നഷ്ടപ്പെട്ടതോർത്ത് എന്തിനു ദുഃഖിക്കുന്നു? നഷ്ടപ്പെട്ടതെന്തെങ്കിലും നീ കൊണ്ടുവന്നതാണോ? നശിച്ചതെന്തെങ്കിലും നീ സൃഷ്ടിച്ചതാണോ? നീ നേടിയതെല്ലാം നിനക്ക് ഇവിടെ നിന്ന് ലഭിച്ചതാണ്. നിനക്കുള്ളതെല്ലാം ഇവിടെ നിന്ന് നേടിയതാണ്. ഇന്ന് നിനക്കുള്ളതെല്ലാം ഇന്നലെ മറ്റാരുടേതോ ആയിരുന്നു. നാളെ അത് മറ്റാരുടേതോ ആകും. മാറ്റം പ്രകൃതി നിയമമാണ്. അമിതമാറ്റം. ആ മാറ്റത്തിന് മനസ്സോടെ കീഴടങ്ങുക. ഭഗവത്ഗീത നെഞ്ചിലേക്ക് അമർത്തി നിവർന്നു കിടന്ന ജഗന്നാഥവർമ്മയുടെ മിഴികൾ എന്തിനോ നിറഞ്ഞു വന്നു. ദുർഗ പൂജാമുറിയിൽ തന്നെയായിരുന്നു. അവളുടെ ഹൃദയം പടഹമടിക്കുകയായിരുന്നു. അമ്മാവനെ അവർ ബന്ധനത്തിലാക്കിയതും ചോദ്യം ചെയ്തുകൊണ്ടിരുന്നതും തൊട്ടു മുമ്പാണ് മഷിക്കിണ്ണത്തിൽ കണ്ടത്. ആ നിമിഷം തുടങ്ങിയ എരിപൊരി സഞ്ചാരമാണ്. എല്ലാം ഒരു കടവിലടുത്തുമെന്ന് കരുതിയ മുഹൂർത്തത്തിൽ തന്നെ ഒന്നാകെ തകർന്നടിയാൻ പോവുകയാണോ? ഇതുവരെ കെട്ടി ഉയർത്തിക്കൊണ്ടുവന്ന പ്രതീക്ഷാ സൗധം അടിയോടെ പിഴുതു വീഴാൻ പോവുകയാണോ? അതിനുള്ള അവസരം കൊടുത്തുകൂടാ. ഇനി അവർക്ക് സമയമേ നൽകിക്കൂടാ. ഈ രാത്രി ഇനി ഈ മുറിയിൽ നിന്നിറങ്ങുന്ന പ്രശ്നമേയില്ല. ആലോചിച്ചുറപ്പിച്ച അവസരത്തിന് ഇനി 2 നാൾ കൂടിയുണ്ടെങ്കിലും അത്രയും കാത്തിരിക്കണോ എന്നാണ് ഇപ്പോഴത്തെ ആശങ്ക. ഒരേറ്റുമുട്ടലിന് അവർക്ക് അവസരം നൽകരുത്. ഭട്ടതിരി ഉദ്ദേശിച്ചതിലും ഭയങ്കരനാണ്. പപ്പമാവനെ പിടികിട്ടിയതിന്റെ പിന്നിലും പ്രവർത്തിച്ചത് അയാൾ ഒരുത്തനാണെന്നുറപ്പ്. എല്ലാം ചോദിച്ചറിഞ്ഞ് മർമ്മമറിഞ്ഞ് കർമ്മം ചെയ്യാനുള്ള പുറപ്പാടിലാണെന്ന് തോന്നുന്നു. അയാൾക്കതിന് അവസരം ലഭിക്കരുത്. അതിനു മുമ്പേ ഇനി അമ്മാവൻ ശബ്ദിക്കാതിരിക്കുകയാണ് വേണ്ടത്. തന്നേക്കാൾ സൂക്ഷ്മത ഓരോ ചലനത്തിലും ഉണ്ടായിരുന്ന ആളാണ് പപ്പമാവൻ. എന്നിട്ടും അദ്ദേഹത്തിനെങ്ങനെ ചതിവ് പറ്റി? ഒരു 2 ദിവസം കൂടി അവരുടെ കയ്യിലകപ്പെടാതിരിക്കാൻ മതിയായിരുന്നു. അത് സാധിക്കാതെ പോയല്ലോ. ദുർഗയ്ക്ക് പരിഭ്രമമായിരുന്നു. ഒന്നൊന്നായി അമ്മാവൻ എല്ലാം തുറന്നു പറയുകയാണല്ലോ. അത് കേട്ടുകഴിഞ്ഞാൽ അവർ തന്നെ വെറുതെ വിടുമെന്നും ഓടി തന്റെ പെക്കലെത്താമെന്നും അദ്ദേഹം വ്യാമോഹിക്കുന്നുണ്ടാവും. അത് വെറുതെയാണെന്ന് തീർച്ചയാണ് തനിക്ക്. അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അമ്മാവൻ ഉണ്ടായിരുന്നെങ്കിൽ ഓരോ സമയങ്ങളിലും അങ്ങനെ ഇങ്ങനെ ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ഇനി അത് സ്വയം ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നെങ്കിലും കള്ളി വെളിച്ചത്താവുമെന്ന് പപ്പമാവനും തീർച്ചയുണ്ടായിരുന്നു. അതിങ്ങനെയായി. അക്ഷരാർത്ഥത്തിൽ കടമ്പയ്ക്കൽ കൊണ്ടേ കലമുടച്ചു. എന്തു കരുതി നിരാശപ്പെടാൻ തെല്ലുമില്ല സമയം. ഈ രാത്രി വെളുക്കും മുമ്പേ പൂജാമുറിയിലെ വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ടായിരുന്നു. എങ്കിലും ഒരു തരി പോലും മങ്ങിപ്പോവാതിരിക്കാൻ ദുർഗ തിരികൾ നീട്ടിവെച്ച് നിറയെ നെയ്യ് പകർന്നു. ആദ്യം ഉദ്ദേശിക്കുന്ന കർമ്മങ്ങൾക്ക് ഇവയാണ് വേണ്ടത്. അതുകൊണ്ട് പറ്റുന്നില്ലെങ്കിലേ അടുത്ത പടി. ആവശ്യത്തിനുള്ളതെല്ലാം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. മനസ്സ് ഏകാഗ്രമാക്കാൻ നടത്തുന്ന ശ്രമങ്ങളൊന്നും വിജയിക്കുന്നില്ല. സാധാരണ അങ്ങനെ സംഭവിക്കാറുള്ളതല്ല. ആഗ്രഹിക്കുന്ന മാത്രയിൽ തന്റെ വരുതിക്ക് നിൽക്കുന്ന മനസ്സും ഈ അവസാന ഘട്ടത്തിൽ തന്നെ പരീക്ഷിക്കുകയാണോ? പത്മാസനത്തിൽ ഉറച്ച് വല്ലവിധനെയും ദുർഗ മനസ്സ് നിയന്ത്രിച്ചു. അവളുടെ നാവിൽ നിന്ന് ത്രിപുരാ മന്ത്രം സ്പഷ്ടമായി ഉറവെടുക്കാൻ തുടങ്ങി. ദുർഗ മന്ത്രജപം തുടങ്ങിയ മുഹൂർത്തത്തിൽ തന്നെ ചുളമാനൂർ കോവിലകത്ത് ഭട്ടതിരി അസ്വസ്ഥനായി. ഉമ്മറത്ത് നിന്ന് അദ്ദേഹം ചാടി എണീറ്റു. ആനന്ദ, എനിക്കുടൻ പൂജാമുറിയിലേക്ക് പോകണം. ആനന്ദനും കൂടെ വന്നോളൂ. പപ്പനെ തൽക്കാലം അയാളെ കൊണ്ടുവന്നവരെ തന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച് ഭട്ടതിരിയും ആനന്ദവർമ്മയും തിടുക്കത്തോടെ പൂജാമുറിയിലേക്ക് നേരെ പാഞ്ഞു. അവരുടെ ആ തിരക്ക് കണ്ടപ്പോൾ പപ്പൻ പറഞ്ഞു, ചെന്ന് ശ്രമിച്ചു നോക്ക്. പോകുന്ന പോലെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് വരെ അടിയൻ ഇവിടെ തന്നെ നിൽക്കാം. ഭട്ടതിരി രൂക്ഷമായി അയാളെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഇളയിടത്ത് ഭട്ടതിരി സൗമ്യമായി ഒന്ന് പുഞ്ചിരിച്ചു. സ്വന്തം വലത് കൈവെള്ളയിൽ തെളിഞ്ഞ ചിത്രം കണ്ടപ്പോഴായിരുന്നു അത്. അടുത്തു തന്നെ ആനന്ദവർമ്മ നിന്നിരുന്നെങ്കിലും വർമ്മയ്ക്ക് ഭട്ടതിരിയുടെ കയ്യിൽ തെളിഞ്ഞ ചിത്രം എന്തായിരുന്നുവെന്ന് കാണാൻ കഴിയുമായിരുന്നില്ല. ആ മുറി ഒരു വിപുലമായ പൂജയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു. 108 നിലവിളക്കുകൾ, 64 ഇടിഞ്ഞിലുകൾ, ഇവയെല്ലാം ഒരുമിച്ച് ജ്വലിക്കുന്ന പ്രഭാപൂരം. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ ഭട്ടതിരിയുടെ പൂജകൾ ഇടവേളയില്ലാതെ മുന്നോട്ട് തന്നെ നീങ്ങുകയാണ്. ഇടയ്ക്ക് പലവട്ടം അത് തടസ്സപ്പെടുത്താനുള്ള ദുർഗയുടെ ശ്രമങ്ങൾ അത്രയും പരാജയപ്പെടുകയായിരുന്നു. ദുർഗ പറഞ്ഞയച്ച ദുർമൂർത്തികൾക്ക് ചുളമാനൂർ കോവിലകത്തിന്റെ
ഏഴ് അയൽപ്പക്കത്ത് പോലും എത്താൻ കഴിഞ്ഞില്ല. അടിവച്ചടിവെച്ച് ഭട്ടതിരി ശത്രുവിനുമേൽ പരാജയത്തിന്റെ അടിയേൽപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതുകൊണ്ടും അവൾ അടങ്ങാനുള്ള പുറപ്പാടായിരുന്നില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് പഠിച്ചതത്രയും പ്രയോഗിക്കേണ്ടി വരുമെന്ന തോന്നലിന് കൂടുതൽ കൂടുതൽ തെളിവുകൾ ഉണ്ടായിരിക്കുകയാണ്. എന്നാലും പരിഭ്രമമോ ഭയമോ അവളെ തെല്ലും അലട്ടിയതേയില്ല. ഭട്ടതിരിക്കാണെങ്കിൽ അവൾക്കെതിരെ പ്രയോഗിക്കാൻ തൽക്കാലം ഉപരോധങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങോട്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്കെതിരെ മറുകർമ്മം ചെയ്യുക. അതുകൊണ്ടിപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു കാര്യം മനസ്സിലായി കഴിഞ്ഞിരുന്നു. ദുർഗയുടെ ശൈലി വ്യക്തമായിരിക്കുന്നു. അവൾ എന്തൊക്കെയാവും, എന്ത് വിധത്തിലാവും ഓരോ പ്രയോഗവും നടത്തുക എന്ന് പിടികിട്ടിക്കഴിഞ്ഞിരുന്നു. അത് തന്നെ വിജയത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം. ആളെ തിരിച്ചറിയുകയും അവരുടെ പ്രവർത്തന ശൈലി വ്യക്തമാവുകയും ചെയ്യാതിരുന്നതാണ് ഇത്രനാളത്തെ തന്റെ പരാജയ കാരണമെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇന്നിപ്പോൾ അങ്ങനെയൊരു ഉത്കണ്ഠയ്ക്ക് അവകാശമില്ല. എല്ലാം പകൽ പോലെ സുവ്യക്തം. സർപ്പവിഷത്തിന് മറുമരുന്ന് അതേ വിഷം തന്നെ എന്ന പോലെ ദുർഗയുടെ കർമ്മങ്ങൾക്ക് അവൾ ചെയ്യുന്നത് തന്നെ തിരിച്ചു നൽകി. അവൾ സ്വാധീനിക്കുന്ന മൂർത്തികളെല്ലാം ഭട്ടതിരിയുടെ വരുതയ്ക്ക് നിൽക്കുന്നവരായിരുന്നു. എങ്കിലും അദ്ദേഹത്തെ ഉത്കണ്ഠപ്പെടുത്തിയത് ദുർഗയുടെ അസാധാരണമായ ധൈര്യമായിരുന്നു. പരാജയ ഭീതിയിലായിരുന്നിട്ടും പതറാതെ അവൾ പിടിച്ചു നിൽക്കുന്നു. ദുർഗയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എപ്പോഴേ പതറിപ്പോയേനെ. ഒരു പക്ഷേ എല്ലാം അവസാനിപ്പിച്ച് സ്വരക്ഷയ്ക്കൊരുങ്ങിയെന്നും വരാം. ഇതങ്ങനെയൊന്നുമല്ല. തുടങ്ങിയപ്പോഴുള്ള രോഷം തന്നെയാണ് ഇപ്പോഴും അവളുടെ മുഖത്ത്. അതേ രൗദ്രം. ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രം തൊടുക്കും വരെ അവൾ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഭട്ടതിരി അറിയുന്നു. അതത്രയും സൗമ്യമായ പുഞ്ചിരിയോടെ ഒഴിവാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. മാന്ത്രിക പഠനത്തിന്റെ അനന്ത സാധ്യതകളും ദുർഗ പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര കോരിയാലും വറ്റാത്ത മഹാസാഗരമാണത്. തുടക്കത്തിൽ അവൾ എന്ത് ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്ന് കാത്തിരിക്കണമായിരുന്നു പ്രതിപ്രയോഗം നടത്താൻ. ഇപ്പോഴിപ്പോൾ അത് മുൻകൂട്ടി അറിയാറായിരിക്കുന്നു. മന്ത്രം ചൊല്ലി തുടങ്ങുമ്പോഴേ അത് നിർവീര്യമാക്കാൻ കഴിയുന്നുണ്ട്. അതിനതിന് തളരുകയല്ല, കൂടുതൽ ഊർജ്ജസ്വലയാവുകയാണ് ദുർഗ. പരികർമ്മികളില്ലാതെ ഭട്ടതിരി തനിയെയാണ് ഇത്തവണ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. ആനന്ദവർമ്മയ്ക്ക് വിവരങ്ങൾ അറിയാൻ ഉത്കണ്ഠയുണ്ടായിരുന്നു. അതുപക്ഷേ മനസ്സിലടക്കി വെക്കിയ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. എന്തെങ്കിലും ചോദിക്കാൻ അദ്ദേഹം ഭയന്നു. ജലപാനമില്ലാത്ത ഈ പ്രവൃത്തി തുടങ്ങിയിട്ട് 10-12 മണിക്കൂറുകളായി. കണ്ടിട്ട് നേരത്തോട് നേരം കഴിഞ്ഞാലും പത്മാസനത്തിൽ നിന്ന് അദ്ദേഹം എഴുന്നേൽക്കുന്ന ലക്ഷണമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോഴിപ്പോൾ പരാജയ ഭീതി തെല്ലുമില്ല. വിജയസാധ്യതയെ അറിയണമെങ്കിൽ ഭട്ടതിരിയുടെ മുഖത്തേക്ക് നോക്കിയാൽ മതിയല്ലോ. ചെയ്യുന്ന കർമ്മം പരമാവധി ആസ്വദിച്ച് തന്നെയാണ് അദ്ദേഹം അതിൽ മുഴുകിയിരിക്കുന്നതെന്ന് തീർച്ച. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മാത്രം അറിയാൻ കഴിയുന്നില്ല. ഇടയ്ക്കെപ്പോഴോ തല ഉയർത്തിയ ഭട്ടതിരി ആനന്ദവർമ്മയുടെ മുഖത്തെ ഉത്കണ്ഠ അറിഞ്ഞു. അപ്പോൾ മണിക്കൂറുകൾക്ക് ശേഷം ആദ്യമായി അദ്ദേഹം ശബ്ദിച്ചു. വർമ്മേ, ഞാൻ എൻ്റെ 2ാം ഘട്ടം ആരംഭിക്കാൻ പോവുകയാണ്. ഇതുവരെ ചെറുത്തുനിൽപ്പ് മാത്രമായിരുന്നു. ഇനി എൻ്റെ ചില സംഭാവനകൾ അവൾക്ക് നൽകണമല്ലോ. എങ്കിലല്ലേ യുദ്ധമാകൂ. അവൾ ഈ കൊട്ടാരം ഭസ്മമാക്കാൻ പഠിച്ച പണി 18 പയറ്റുന്നുണ്ട്. എന്തെങ്കിലും ഒരു പഴുത് ലഭിച്ചാൽ അപ്പോൾ ചാടി അകത്ത് കയറി സർവരെയും നശിപ്പിക്കാൻ അവളുടെ ദുർമൂർത്തികൾ കാവൽ നിൽക്കുന്നുണ്ട്. കോവിലകത്തിന് ചുറ്റുപാട് മുഴുവൻ ഇപ്പോൾ അവളുടെ ദുർമൂർത്തികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനി ആരെങ്കിലും എത്തിച്ചേരാനുണ്ടോ? ഇവിടത്തെ അംഗങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ആരും തന്നെയില്ല. വരേണ്ടവരെല്ലാം ഇന്നലെ വൈകുന്നേരത്തോടെ എത്തിക്കഴിഞ്ഞു. നല്ലത്. അവർ ആരും ഇന്ന് അർദ്ധരാത്രി വരെ പുറത്തേക്കിറങ്ങരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചേക്കൂ. വെറുതെയാണെങ്കിലും പുറത്തേക്കിറങ്ങണ്ട. അർദ്ധരാത്രി കഴിഞ്ഞ് ഞാൻ പറയുമ്പോൾ സർവരെയും ഈ മുറിയിലേക്ക് വിളിപ്പിക്കണം. അവരുടെ മുന്നിൽ വെച്ച് വേണം ഈ കർമ്മങ്ങൾ അവസാനിപ്പിക്കാൻ. അതെ, ഞാൻ അതിനുള്ള സമയം നിശ്ചയിച്ചു കഴിഞ്ഞു. ഭട്ടതിരി ഇടയ്ക്കിടയ്ക്ക് കൈവെള്ളയിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. പൊടുന്നതിന് അദ്ദേഹം സംസാരം നിർത്തി. ആ തിരികളെല്ലാം ഒന്ന് നീട്ടിവെച്ചേക്കു വർമ്മേ. അരനാഴിക നേരത്തേക്ക് ഞാനൊരു ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ നേരത്ത് എന്തൊക്കെ സംഭവിച്ചാലും എന്നെ ഉണർത്തരുത്. അത് പ്രത്യേകം ഓർത്തുകൊള്ളണം. അഥവാ കോവിലകം ഇടിഞ്ഞു വീഴാൻ തന്നെ പോവുകയാണെങ്കിലും എന്നെ ഉണർത്തരുത്. വർമ്മ ആ മുറിയുടെ വാതിൽക്കൽ കാത്തു നിന്നേക്കൂ. ആരും അത്രയും നേരത്തേക്ക് ഇവിടേക്ക് വരാതിരിക്കാനും നോക്കിക്കൊള്ളുക. കുറച്ചു നേരത്തേക്ക് ഞാൻ ഇവിടെ ഇല്ലെന്ന് തന്നെ കരുതിയേക്കുക. വർമ്മയ്ക്ക് കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും ഭട്ടതിരി പറഞ്ഞത് തലകുലുക്കി സമ്മതിച്ചു.
ഇതുവരെ ഇല്ലാത്ത പുതിയ കുഴപ്പങ്ങളെന്തോ കൊടിയേറ്റം നടത്തുന്നുണ്ടാവണം. അടുത്ത ക്ഷണം നിലവിളകൾക്ക് മുന്നിൽ ശവാസനത്തിലായ ഭട്ടതിരി കണ്ണുകൾ മെല്ലെ അടച്ചു. ഒരൊറ്റ കൈപ്രയോഗത്തിനുള്ള ഒരുക്കമായിരുന്നു അദ്ദേഹം. മണിമംഗലം തറവാട്. ദേവൂട്ടിയമ്മ ഉറക്കത്തിലോ ഉണർവിലോ അല്ലാത്ത അവസ്ഥയിൽ തന്നെ ഗതികിട്ടാത്ത ഒരാത്മാവിനെ പോലെ കിടന്നു. ഇന്നലെ വല്ലതും കഴിച്ചതാണ്. പിന്നെ ഈ നേരമായിട്ടും പച്ചവെള്ളം പോലും ദുർഗ നൽകിയിട്ടില്ല. ഇനി അവൾ ഇവിടെ ഇല്ലെന്ന് വരുമോ? ഇത്ര നാളുകളായിട്ടും തനിക്കുള്ള ആഹാരത്തിനോ പരിചരണങ്ങൾക്കോ അവൾ കുറവൊന്നും വരുത്തിയിരുന്നില്ല. ഇപ്പോൾ അതുമായി ഒരു തുള്ളി വെള്ളം കെട്ടിയിരുന്നെങ്കിലെന്ന് അദമ്യമായ ആഗ്രഹമുണ്ടുള്ളിൽ. ഇനി പട്ടിണിക്കിട്ട് കൊല്ലാനാണോ അവളുടെ ഭാവം? ഈ വീട്ടിൽ നിന്ന് എവിടേക്കും പോയിട്ടില്ലെന്ന് തീർച്ചയുണ്ട്. പൂജാമുറിയിൽ നിന്നാവണം. സുഗന്ധധൂപങ്ങളുടെ ഗന്ധം ഉയരുന്നുണ്ട്. ഇത് തുടങ്ങിയിട്ട് കുറേ നേരവുമായി. കൈമണി കിലുക്കവും കേൾക്കാനുണ്ട്. എന്തിനുള്ള പുറപ്പാടിലാണിവൾ? ഒരു പെണ്ണിങ്ങനെ ഒരു ദിനം മുഴുവൻ പൂജാമുറിയിൽ നിന്ന് ഇറങ്ങാതിരിക്കാൻ കഴിയുമോ? ഒന്നെണീക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ദേവൂട്ടിയമ്മ അറിയാതെ അവരുടെ കണ്ണുകളിൽ നിന്ന് ഇരു കവിളിലൊഴുക്കും നീരൊഴുകി. അപ്പോഴാണത് സംഭവിച്ചത്. പൂമുഖവാതിൽ തുറന്ന് ആരോ ഒരാൾ തന്റെ കട്ടിലിനടുത്തേക്ക് സമീപിക്കുന്നതായി ദേവൂട്ടിയമ്മയ്ക്ക് തോന്നി. അല്ല, അവരതറിയുന്നുണ്ട്. അയാൾ അടുത്തു വന്ന് തന്നെ ഒറ്റുനോക്കി നിൽക്കുകയാണെന്നും അവരറിയുന്നു. അതൊരു നിഴലായിരുന്നു. ഇളയിടത്ത് ഭട്ടതിരിയുടെ നിഴൽ. ശരീരം ചുളമാനൂർ കോവിലകത്തുപേക്ഷിച്ചിട്ട് ആത്മാവ് മാത്രമായി മണിമംഗലത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം. അപകടമേറെയുള്ള കഠിനകർമ്മം, അപാര സിദ്ധികളുള്ള യോഗികൾ മാത്രം അപൂർവമായി ചെയ്യാറുള്ള പ്രയോഗം. ഭട്ടതിരി അത് പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. അതുകൂടി വേണ്ടി വന്നിരിക്കുന്നു ദുർഗയോട് ഏറ്റുമുട്ടാൻ. ഇതോടെ എല്ലാം ശരിയാവുമെന്ന് അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്യുന്നു. ദേവൂട്ടിയമ്മയുടെ സമീപത്ത് ചെന്നു നിന്ന ഭട്ടതിരിയുടെ ആത്മാവ് അവരുടെ നെറുകയിൽ വലത് കൈയുടെ പെരുവിരൽ തൊട്ട് നിമിഷങ്ങളോളം നിന്നു. പിന്നെ നെറുകയിൽ നിന്ന് ഉള്ളംകാൽ വരെ തഴുകും മട്ടിൽ ശരീരത്തെ സ്പർശിക്കാതെ ആവാഹിക്കും പോലെ 3 വട്ടം ഒഴിഞ്ഞു. ദേവൂട്ടിയമ്മ ഒന്ന് ഞെട്ടി. അലൗകികമായ ഏതോ വിദ്യുത് പ്രവാഹം അടിമുടി ആശ്ലേഷിച്ചതുപോലെ ഒരനുഭവം. അറിയാതെ അവർ കൈയൊന്ന് ചലിപ്പിച്ചു. അത് ഇരു കൈകളും ചേർത്തൊരു കൂപ്പുകൈയാവാൻ പിന്നെ നേരമൊട്ടും വേണ്ടിയിരുന്നില്ല. തൊണ്ടയിൽ നിന്ന് ഒരു തേങ്ങിലടർന്നു. അടുത്ത ക്ഷണം കട്ടിലിൽ നിന്ന് അവർ ചാടി എണീറ്റു. പേടി സ്വപ്നം കണ്ടുണർന്നതുപോലെ. ഭട്ടതിരിയുടെ നിഴൽ ആ മുറിയിലെങ്ങും ഉണ്ടായിരുന്നില്ല. ദുർഗ മഷിക്കെണ്ണത്തിലേക്ക് വീണ്ടും വീണ്ടും നോക്കി. എന്ത്? താൻ എന്താണ് ഈ കാണുന്നത്? കോവിലകത്ത് ഭട്ടതിരി കർമ്മങ്ങൾ അവസാനിപ്പിച്ച് ഉറക്കം തുടങ്ങിയോ? അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. അവളുടെ നെറ്റിയിൽ സംശയത്തിന്റെ ചുളിവുകൾ വീണു. പൊടുന്നനെ ഉഗ്രമായൊന്ന് നടുങ്ങി. ചതിവ്. കൂടുവിട്ട് കൂടുമാറില്ലല്ലേ അത്? അതിന്റെ പിന്നിലെ ഉദ്ദേശത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ പിന്നെയും ഞെട്ടൽ. അതേ നിമിഷം തന്നെ ദുർഗയുടെ മിഴികൾ ക്രൂരമായി തിളങ്ങി. ആ ശരീരം ഇവിടെ ഇരുന്നു കൊണ്ട് തനിക്ക് കത്തിച്ചു കളയാൻ കഴിയൂ. ടക് ടക് ടക്. അടഞ്ഞുകിടന്ന പൂജാമുറിയുടെ ബലമേറിയ വാതിൽപ്പാളികളിൽ അനുസ്യൂതം മുട്ടുന്ന ശബ്ദം. ആദ്യം അവഗണിക്കാൻ ശ്രമിച്ചു. അസാധാരണമാണല്ലോ ഇതെന്ന് വിശ്വസിക്കാനും ശ്രമിച്ചു. പക്ഷേ ശബ്ദം നിലയ്ക്കുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. മാത്രമോ ആ മുട്ടി വിളിക്കലിന്റെ ആഘാതത്തിന് കണം കൂടുകയും ചെയ്യുകയാണ്. ദുർഗയുടെ കണ്ണുകൾ കുറുകി. അലോസരത്തിന്റെ വരകൾ നെറ്റിയിൽ കുറുകി. പുരികങ്ങൾ കൂട്ടിമുട്ടി. ചൊല്ലിക്കൊണ്ടിരുന്ന മന്ത്രം അക്ഷരലക്ഷ്യം തികയാൻ പോകുന്നതേയുള്ളൂ. അതൊന്ന് പൂർത്തിയായിരുന്നെങ്കിൽ. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ആരോ പുറത്തുണ്ട്. വളരെ അത്യാവശ്യ കാര്യത്തിനെന്നോണം തന്നെ വിളിക്കുകയും ചെയ്യാണ്. ആരാണ് ഈ അർദ്ധരാത്രിയിൽ? താൻ ഈ മുറിയിലുണ്ടെന്ന് ആർക്കാണ് അറിയുക? അയൽക്കാരും രാവായാൽ ഇവിടേക്ക് വരാറില്ലല്ലോ. ദുർഗയുടെ ചുണ്ടിൽ മന്ത്രം ഇടമുറിഞ്ഞു. രൗദ്രം ഒളിപ്പിച്ചുകൊണ്ട് അവൾ ആവണപ്പലകയിൽ നിന്നെണീറ്റു. വാതിൽ തുറന്നു. ഒരു ഞൊടിയിടെ ദുർഗ നടുങ്ങിപ്പിടഞ്ഞു നിന്നു. വാതിൽക്കൽ ക്രുദ്ധ നയനങ്ങളോടെ ദേവൂട്ടിയമ്മ. എന്റെ ഉപാസനമൂർത്തികളെ, ഇതെങ്ങനെ? ഉള്ളിൽ നിന്നൊരാന്തൽ അവളെ ചകിതയാക്കി. ദുർഗ അടിമുടി തളർന്നു. അവളുടെ ആ പാരവശ്യം കണ്ട് ദേവൂട്ടിയമ്മ ചിരിച്ചു. അവർക്ക് വല്ലാത്ത ഒരു ധൈര്യമാണ് തോന്നിയത്. ദേവൂട്ടിയമ്മ പൂജാമുറിയിലേക്ക് ചുവട് വെച്ചു. അരുതേ എന്ന് വിലക്കാൻ കൈയെടുത്തെങ്കിലും അത് ഉയർത്താൻ അവൾക്ക് കഴിഞ്ഞില്ല. അന്യയായ ഒരാൾ, അതാരായാലും പൂജാമുറിയിൽ കയറിയാലുള്ള അനുഭവമോർത്ത് അവൾ നടുങ്ങി. പൂജാമുറി അശുദ്ധമാവുകയാണെന്നതിനർത്ഥം. ഇതുവരെ പരിഭാവനമായ ഒരു ശ്രീകോവിൽ പോലെ കരുതി സൂക്ഷിച്ച പൂജാമുറി. നീ ആരാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല മോളെ.
എനിക്കത് അറിയുകയും വേണ്ട. ഈ നിമിഷം വരെ നടന്നതൊന്നും ചോദിച്ച് നിന്നെ ഞാൻ വിഷമിപ്പിക്കുന്നുമില്ല. ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് ഞാൻ നിന്നോട് നന്ദിയുള്ളവളായിരിക്കണമല്ലോ. എന്നെ കൊല്ലാതെ വിട്ടതിന് നന്ദി. ആ സ്നേഹം ഞാൻ നിന്നോടും കാണിക്കുന്നു. പക്ഷേ ഈ നിമിഷം ഈ മണിമംഗലത്തിൽ നിന്ന് നീ ഇറങ്ങണം. ഇറങ്ങിയേ പറ്റൂ. ഒരു നിമിഷം കൂടി നീ ഇവിടെ നിന്നാൽ ഞാൻ അല്ലാതെയായി പോയാലോ മോളെ. അടിച്ചിറക്കേണ്ടി വരരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അറിവുള്ള നീ അതിനിടെ വരുത്തില്ലെന്നും എനിക്കറിയാം. ഇവിടെ നടന്നതൊന്നും ഞാൻ എൻ്റെ മക്കളെപ്പോലും അറിയിക്കില്ല. ഒരു നേരമെങ്കിലും നിന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓർമ്മ കൊണ്ട് മാത്രമാണ്. ഇത് നമ്മൾ രണ്ടാളുമേ അറിയൂ എന്ന് ഞാൻ വാക്ക് തരുന്നത്. ഈ മണിമംഗലത്ത് ഇതിനു മുമ്പ് ഒരാഭിചാര പ്രവൃത്തിയും നടന്നിട്ടില്ല. ഇനിയും വേണ്ട. ദേവൂട്ടിയമ്മ നിന്നു കിതച്ചു. അവരെ ആദ്യം കാണുന്ന ചേലിൽ ദുർഗ അമ്പരപ്പോടെ നോക്കിക്കൊണ്ടിരുന്നു. മന്ത്രമെല്ലാം മനസ്സിൽ നിന്ന് ഓട്ടക്കള്ളത്തിലൊഴിച്ച വെള്ളം പോലെ ചോരുന്നതും അവൾ അറിഞ്ഞു. പകരം പടപടാ മിടിക്കുകയാണ് ഹൃദയം. എല്ലാം ഇതാ ഇവിടെ തകരാൻ പോവുകയാണോ? പൂജാമുറിയിലെ നിലവിളക്കുകളുടെ നാളങ്ങൾ തുറന്ന വാതിലിലൂടെ ഒഴുകിയെത്തിയ കാറ്റിൽ ഉലഞ്ഞു ചിലത് കേട്ടു. അരനാഴിക കൂടി ലഭിച്ചിരുന്നെങ്കിൽ. ഇല്ല, ഇനി അതുണ്ടാവില്ല. ശത്രു അടിച്ചു മുന്നേറുകയാണ്. ദേവൂട്ടിയമ്മ ഇത്തരമൊരു സാധ്യതയെക്കുറിച്ച് താൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അല്ലെങ്കിൽ എത്രയോ മുമ്പേ. ഇനിയൊന്നും ആലോചിക്കേണ്ട മോളെ. ഇതുവരെ നിന്നെ ഞാൻ മോളെ എന്നേ വിളിച്ചിട്ടുള്ളൂ. അതങ്ങനെ തന്നെ ആയിരിക്കണം. എൻ്റെ മോള് മണിമംഗലത്തിൽ നിന്നിറങ്ങിത്തരിക തന്നെ വേണം. അതും ഇപ്പോൾ തന്നെ. ദേവൂട്ടിയമ്മ ഏതാനും നിലവിളക്കുകൾ ഊതിക്കെടുത്തി. ദുർഗയുടെ കണ്ണുകൾ ഒരിക്കൽ കൂടി കുറുകി. പുരികങ്ങൾ തമ്മിലിടഞ്ഞു. അവളുടെ ചുണ്ടുകൾ ഏതോ മന്ത്രത്തിന്റെ ശീലുകൾ തേടി പോകുകയാണെന്ന് ബോധ്യമായ നിമിഷത്തിൽ ദേവൂട്ടിയമ്മയുടെ വലതുകയരം ഉയർന്നു. ജീവിതത്തിൽ ഇന്നോളം ആർക്കു നേരെയും ഉയർന്നിട്ടില്ലാത്ത ആ കരം ദുർഗയുടെ കവിളിൽ പതിച്ചു. ഇതും എന്റെ മോളാണെന്ന് മറന്നുകൊണ്ടല്ല. ആശുപത്രി കട്ടിലിൽ സർക്കിൾ ഇൻസ്പെക്ടർ ജയരാജ് ഒന്ന് ഞെട്ടി. ആരോ തന്നെ വിളിച്ചില്ലേ? അതോ കുളിക്ക് വിളിച്ചതോ? പകലാണ് ഇന്റൻസീവിൽ നിന്ന് വീണ്ടും ജയരാജിനെ മുറിയിലേക്ക് മാറ്റിയത്. അജ്ഞാത രോഗത്തിന്റെ വിശദാംശങ്ങൾ ഇനിയും കണ്ടെത്തും വരെ ഹെമറേജ് എന്ന ലേബലിൽ ആ രോഗം ചാർട്ട് ചെയ്യാനേ ഡോക്ടർമാർക്ക് കഴിയൂ. എത്രനാൾ വേണമെങ്കിലും ഇങ്ങനെ മരണത്തിനും ജീവിതത്തിനും ഇടയിലെ നൂൽപാലത്തിൽ കഴിയാം. അക്കരെ എത്തുകയുമില്ല, നൂല് പൊട്ടുകയുമില്ല. ആരും മുറിയിലില്ലാതിരിക്കുന്ന സമയം. കാവലിലുള്ള കോൺസ്റ്റബിൾ കടുങ്കാപ്പി കുടിക്കാൻ പുറത്തേക്കിറങ്ങിയ നേരം. അപ്പോഴായിരുന്നു അദ്ദേഹത്തിന് ആ അനുഭവം. ആരോ കുലുക്കി വിളിച്ചതുപോലെ. ജയരാജ്, നിങ്ങൾ എണീറ്റോളൂ. വേഗം സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടോളൂ. അവിടെ നിന്ന് ഇപ്പോൾ തന്നെ മണിമംഗലത്തേക്ക് പുറപ്പെട്ടോളൂ. ഇങ്ങനെ ചെവിയിലാരോ മന്ത്രിക്കുകയും ചെയ്തതായി തോന്നൽ. അറിയാതെ കൈ അന്നാനിക്ക് നോക്കി. ഈശ്വര, കൈ അനങ്ങുന്നു, കാലും ചലിക്കുന്നു. അടുത്ത ക്ഷണം ജയരാജ് കട്ടിലിൽ എണീറ്റിരുന്നു. ചുളമാനൂർ കോവിലകത്തിന്റെ കളപ്പുരയിൽ ഒരുക്കിയിരുന്ന പൂജാമുറിയിൽ കൊളുത്തിവെച്ച് നിലവിളക്കുകളുടെ മുന്നിൽ നീണ്ടു നിവർന്നു കിടക്കുകയായിരുന്നു ഇലയെടുത്ത് ഭട്ടതിരി. ഒരു ഉറക്കം കഴിഞ്ഞിട്ടെന്നോണം മെല്ലെ എണീറ്റു. അത്രയും നേരം ശ്വാസം അടക്കി പിടിച്ച് കാറ്റുപോലും മുറിയിലേക്ക് കയറാതെ കാത്തുനിന്നിരുന്ന ആനന്ദവർമ്മയുടെ ശ്വാസം നേരെ വീണു. എണീറ്റ ഉടൻ ഭട്ടതിരി നിലവിളക്കുകൾക്ക് മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. പിന്നെ ആനന്ദവർമ്മയെ നോക്കി ഹൃദ്യമായി പുഞ്ചിരിച്ചു. വിജയിച്ചിരിക്കുന്നു വർമ്മേ. എന്റെ ആദ്യത്തെ ദൗത്യം ഭംഗിയായി വിജയിച്ചിരിക്കുന്നു. തോൽക്കാൻ ശത്രുവിന് ഒരു പഴുതുപോലും നൽകാതെ ഇവിടെ ഇതുപോലെ ഉണർന്നെണീക്കാൻ കഴിഞ്ഞത് തന്നെ അതുകൊണ്ടാണ്. ഒരു മാത്ര വൈകിയിരുന്നെങ്കിൽ എല്ലാം കുഴഞ്ഞേനെ. ദുർഗയ്ക്ക് അക്ഷരലക്ഷം മന്ത്രം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതുപോലെ എനിക്ക് എണീക്കാൻ കഴിയുമായിരുന്നില്ല. ഭട്ടതിരി നിലവിളക്ക് നോക്കി വീണ്ടും വീണ്ടും കൈകൂപ്പി. ആനന്ദവർമ്മയ്ക്ക് കാര്യം മനസ്സിലായില്ല. ഞാനൊരു പുതിയ പരീക്ഷണമാണ് നടത്തിയത്. യോഗികൾക്ക്, അതും അപൂർവമായ ചിലർക്ക് മാത്രം സ്വായത്തമായിരുന്ന കൂടുവിട്ട് കൂടുമാറൽ എന്ന സിദ്ധി ആദ്യമായി ഉപയോഗിച്ചു നോക്കുകയായിരുന്നു. സാധാരണ അങ്ങനെ ചെയ്യാൻ മറ്റൊരാളുടെ ജഡശരീരം ആവശ്യമാണ്. ഇവിടെ അതിനെയും ഞാൻ അതിജീവിച്ചു. സ്വയം ജഡമായി കിടന്നുകൊണ്ട് ആത്മാവിനെ മാത്രം സ്വതന്ത്രനാക്കി. നേരത്തെ ഇത് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ വർമ്മ പരിഭ്രമിച്ചേനെ. ആത്മാവിനെ സ്വതന്ത്രമാക്കിയിട്ട് ഇവിടെ കിടന്ന എന്റെ ശരീരം യഥാർത്ഥത്തിൽ ജഡം തന്നെയായിരുന്നു. അസാധാരണമായ ശബ്ദമോ ചലനങ്ങളോ പോലും ചിലപ്പോൾ പരാജയത്തിൽ കൊണ്ടുചെന്നെത്തിച്ചിരിക്കും. ആത്മാവിന് വഴിയിൽ എവിടെയെങ്കിലും തടസ്സമുണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും പിന്നെ തിരിച്ചു വരാൻ കഴിഞ്ഞെന്ന് വരില്ല.
ഈ ജഡം ദഹിപ്പിച്ചു കളയുകയേ നിവൃത്തിയുള്ളൂ. ഈശ്വരാധീനം കൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഭാഗ്യത്തിന്റെ ഒരു ചെറുകാണിക ഇപ്പോൾ നിങ്ങൾക്ക് അവശേഷിക്കുന്നുണ്ട് വർമ്മേ. അതിന്റെ തെളിവാണ് ഈ വിജയം. ഞാൻ അല്ല, എന്റെ ആത്മാവ് മണിമംഗലത്തെ ദേവൂട്ടിയമ്മയ്ക്ക് പുനർജന്മം നൽകി. ദുർഗയുടെ പൂജ മുടക്കേണ്ടത് അവർ തന്നെയാണെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിലും അത് ചെയ്യേണ്ടത് അവരായിരുന്നു. ഇപ്പോഴത് ഭംഗിയായി നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. അതുപോലെ ജയരാജിന്റെ അസുഖവും ഞാൻ ഇങ്ങെടുത്തു. അയാളും തന്റെ ദൗത്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കും എന്നർത്ഥം. ഇനി ഒന്നേ അവശേഷിച്ചിട്ടുള്ളൂ, അടിയറവ്, ദുർഗയുടെ കീഴടങ്ങൽ. അവൾ വന്ന് എന്റെ കാലു പിടിക്കുന്നതോടെ സർവവാശിയും ഉപേക്ഷിക്കാൻ ഞാൻ ഒരുക്കമാണ്. തമ്പുരാനോടും അവൾ മാപ്പ് ചോദിക്കും. എനിക്കിനി ചെയ്യാനുള്ളത് അവളെ ഇവിടേക്ക് ആവാഹിക്കുക എന്നൊരു കർമ്മം കൂടി മാത്രം. അതിനുള്ള സമയമാവുന്നു. ഇനി ഒരു നാഴികയ്ക്കുള്ളിൽ എല്ലാം ശുഭമാകും. ഇതുവരെ ആരും ഉറങ്ങിയിട്ടില്ലല്ലോ? ഇല്ലെന്ന് ആനന്ദവർമ്മ തലകുലുക്കി. എങ്കിൽ എല്ലാവരെയും ഇങ്ങോട്ട് വിളിച്ചോളൂ. ഇനിയുള്ള കർമ്മങ്ങൾക്ക് അവർ കൂടി സാക്ഷികളാവണം. തമ്പുരാനും വന്നോട്ടെ. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ വേണം പരിസമാപ്തി. ആനന്ദവർമ്മ അപ്പോൾ തന്നെ പുറത്തേക്കൂടി. ആ മുറിയിലേക്ക് കോവിലകത്തെ അംഗങ്ങളെല്ലാം എത്താൻ കാൽനാഴിക പോലും എടുത്തില്ല. ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നവരെ എല്ലാവരും. തമ്പുരാനും ഭാഗവതം അടച്ചു വെച്ച് എണീറ്റു. ഭട്ടതിരി പൂജ തുടങ്ങിയപ്പോൾ കയ്യിലെടുത്ത ഭഗവത്ഗീത തമ്പുരാൻ മടക്കി വയ്ക്കുന്നത് അപ്പോഴാണ്. എല്ലാവരുടെയും സാന്നിധ്യത്തിന് നടുവിൽ ഇലയിടത്ത് ഭട്ടതിരി പത്മാസനമിട്ട് ധ്യാനലീനനായി. പൂജാമുറിയാക്കി മാറ്റിയ കളത്തിന്റെ വാതിലുകൾ മലർക്കെ തുറന്നിട്ടിരുന്നു. ഭട്ടതിരിയുടെ മനസ്സിൽ മന്ത്രശ്ലോകങ്ങൾ 100 പൂക്കളായി വിരിയാൻ തുടങ്ങി. ദുർഗ അടിമുടി വിറക്കുകയായിരുന്നു. അവളാകെ തളർന്നിരിക്കുകയായിരുന്നു. വിയർത്തൊഴുകുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ അതുമെടുത്ത് ഇപ്പോൾ ഇവിടെ നിന്നിറങ്ങണമെന്ന അന്ത്യശാസനയെ നൽകിയിട്ട് ദേവൂട്ടിയമ്മ പൂജാമുറിയിൽ നിന്നിറങ്ങിപ്പോയതേയുള്ളൂ. അവർ ആഞ്ഞടിച്ച് കവിളത്ത് വിരൽപ്പാടുകൾ തിണർത്തിരിക്കുന്നു. ദുർഗയുടെ കണ്ണുകൾ നിറഞ്ഞ് കവിളിലൂടെ ചാലിട്ടൊഴുകി. അവളുടെ വിറയാർന്ന കൈ കട്ടിലിനടിയിൽ വെച്ചിരുന്ന തടിപ്പെട്ടിയുടെ നേരെ നീണ്ടു. അത് വലിച്ചു വെച്ച് മെല്ലെ തുറന്നു. സ്വർണരുദ്രാക്ഷത്തിന്റെ പൊട്ടിയ തുണ്ട് അവളുടെ കയ്യിലിരുന്ന് വിറച്ചു. പരാജയപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പരാജയം. പക്ഷേ ദുർഗ തോൽക്കില്ല. തമ്പുരാന്റെയും ഭട്ടതിരിയുടെയും കാലിൽ ചെന്ന് വീഴുന്ന പ്രശ്നം ഉദിക്കുന്നതേയില്ല. മരിക്കുകയാണെങ്കിലും അത് തോൽവിയായിട്ടായിരിക്കരുത്. ആലോചിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങി. പുറംകൈ കൊണ്ട് കവിളത്തൊഴുകിയ കണ്ണുനീർ അവൾ തുടച്ചു. പുറത്ത് ഒരു ജീപ്പ് വന്ന് നിൽക്കുന്ന ശബ്ദം. അത് ഇൻസ്പെക്ടർ ജയരാജായിരിക്കുമെന്ന് അവൾ ഊഹിച്ചു. ദുർഗയുടെ കൈ വീണ്ടും പെട്ടിയിൽ പരതി. വസ്ത്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു മോതിരത്തിൽ വിരലുകൾ സ്പർശിച്ചു. അമ്മാവൻ സമ്മാനിച്ച വജ്രമോതിരം. അദ്ദേഹത്തെ ഒരു നോക്കുകൂടി കാണാൻ കഴിഞ്ഞില്ല. ഇനി കഴിയുമെന്ന് തോന്നുന്നില്ല. കോവിലകത്തേക്ക് പോകാൻ ഒരാകർഷണം തോന്നുന്നു. ഭട്ടേരി തന്നെ ആവാഹിക്കുകയാണെന്ന് അവൾ അറിഞ്ഞു. പാടില്ല, താൻ പോകില്ല. ഒരിക്കലെങ്കിലും അയാളെ തോൽപ്പിക്കണം. വിജയിച്ചു കൊള്ളട്ടെ, പക്ഷേ ആ വിജയം പൂർണ്ണമാണെന്ന് അഹങ്കരിക്കരുത്. പുറത്തേക്കിറങ്ങാൻ ശക്തിയായ തോന്നലുണ്ടാവുന്നു. പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ദുർഗ പൂജാമുറിയിൽ നിന്നിറങ്ങി. ഉമ്മറമുറിയിൽ ഭിത്തിയിൽ ചാടി നിന്ന് ദേവൂട്ടിയമ്മ അവളെ തന്നെ ശ്രദ്ധിക്കുകയാണ്. ഒരു നിമിഷം ദുർഗയുടെ കണ്ണുകൾ ദേവൂട്ടിയമ്മയുടെ മിഴികളുമായി ഇടഞ്ഞു. നന്ദി അമ്മേ, ഇത്രയും കാലം ആനന്ദവല്ലിയുടെ മകൾക്ക് അഭയം നൽകിയതിന് നന്ദി. തൊഴുകയോടെ അവൾ പറഞ്ഞു. ദേവൂട്ടിയമ്മ ഒന്ന് നടുങ്ങി. എന്തേ? അവൾ പറഞ്ഞതെന്തേ? ആനന്ദവല്ലി. ആനന്ദവല്ലിയുടെ? ദുർഗ പുറത്തേക്കിറങ്ങിക്കഴിഞ്ഞു. പുറത്തെ ജീപ്പിൽ കൈയും കെട്ടി ചാടി നിന്ന് ജയരാജ് ചിരിക്കുന്നു. മനോഹരമായ ചിരി. അതും വിജയശ്രീ ലാളിതന്റെ ചിരിയാണ്. കോവിലകത്തേക്ക് നടക്കാൻ ശക്തിയായ ഉൾപ്രേരണ വീണ്ടും. ഇല്ല, പോവില്ല. മണിമംഗലത്തിന്റെ പടികളിറങ്ങിയ ദുർഗ കയ്യിലിരുന്ന വജ്രമോതിരം വായിലേക്കിട്ട് വിഴുങ്ങി. 1 2 ചുവടുകൾ പതറി ദുർഗ വേച്ചു. പിന്നെ മണ്ണിലേക്ക് കുഴഞ്ഞു വീണു. അകലെ ചുളമാനൂർ കോവിലകത്തിന്റെ അർപ്പുരയ്ക്കുള്ളിൽ പുറത്തേക്ക് നോക്കി 20ലേറെ ജോഡി കണ്ണുകൾ അപ്പോഴും ക്ഷമയോടെ കാത്തു നിൽക്കുകയായിരുന്നു. അടുത്ത ഏതു നിമിഷവും പടികയറി ദുർഗ വരുന്ന മുഹൂർത്തവും കാത്ത്. അവൾ ആ പടികൾ കയറി വരും. ആദ്യം ഇലയിടത്ത് ഭട്ടതിരിയുടെ കാൽക്കൽ വന്ന് വീണ് മാപ്പ് ചോദിക്കും. തമ്പുരാന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരുണയ്ക്ക് യാചിക്കും. തമ്പുരാൻ അവൾക്ക് മാപ്പ് കൊടുക്കുമോ? ആ നിമിഷത്തിലേക്കാണവർ ഉത്കണ്ഠാകുലരായി ഉറ്റുനോക്കുന്നത്.
പക്ഷേ